പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏതാനും GK ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നോക്കാം. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? അത് 2025 മാർച്ച് 12-നാണ്. അടുത്തത്, നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരം. സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് ദിനം എന്നാണ്? അത് മാർച്ച് 10-ആണ്. സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് ദിനം മാർച്ച് 10. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൽക്കരിപ്പാടമാണ് റാണിഗഞ്ച്. രണ്ടാമത്തെ കൽക്കരിപ്പാടം, ഏറ്റവും വലിയ രണ്ടാമത്തെ കൽക്കരിപ്പാടമാണ് റാണിഗഞ്ച്. ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ദ്രാവക സ്വർണം പെട്രോളിയം ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ആണവോർജ നിലയം ഏതാണ്? അത് കൂടംകുളമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ആണവോർജ നിലയം കൂടംകുളം. അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനം LPGയുടെ സാന്നിധ്യം തീപിടുത്തത്തിന് കാരണമായേക്കാം? അത് 2%. അന്തരീക്ഷ വായുവിലെ 2% LPGയുടെ സാന്നിധ്യത്തിൽ തീപിടുത്തത്തിന് കാരണമാവുന്നത്. ഇന്ത്യയിൽ ആണവോർജ നിയമം പാസാക്കിയ വർഷമാണ് 1962. അടുത്തത്, 2024 ഫെബ്രുവരി 29-ന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പുരപ്പുറ സൗരോർജ സംവിധാനം സ്ഥാപിക്കാൻ തയ്യാറായിട്ടുള്ള 1 കോടി വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന ലക്ഷ്യമിട്ട പദ്ധതിയാണ് PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന എന്നറിയപ്പെടുന്നത്. 2024 ഫെബ്രുവരി 29-ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ പുരപ്പുറ സൗരോർജ സംവിധാനം സ്ഥാപിക്കാൻ തയ്യാറായിട്ടുള്ള 1 കോടി വീടുകളിൽ വൈദ്യുതി എത്തിച്ച പദ്ധതിയാണ് PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. 3 തട്ടുകളായി തിരിച്ചിരുന്ന ഫ്രഞ്ച് സമൂഹം അറിയപ്പെട്ടിരുന്ന പേര് എസ്റ്റേറ്റുകൾ എന്നാണ്? 3 തട്ടായി തിരിച്ചത് എസ്റ്റേറ്റുകൾ. ഇനി, കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള ഭൂനികുതി പിരിക്കാൻ അവകാശമുണ്ടായിരുന്നത് പുരോഹിതർക്കാണ്. കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള ഭൂനികുതി പിരിക്കാൻ അവകാശമുണ്ടായിരുന്ന ആരാണ്? പുരോഹിതർക്കാണ്. കർഷകരിൽ നിന്ന് തിഥേ പുരോഹിതരുടേതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായി സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന ഒരു വിവാദമായ പ്രസ്താവന നടത്തിയതാണ് മേരി അന്റോയിനറ്റാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന വിവാദമായ പ്രസ്താവന നടത്തിയതാണ് മേരി അന്റോയിനറ്റ്. ഞാനാണു രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14-ാമനാണ്. എനിക്കുശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. ഞാനാണു രാഷ്ട്രം ലൂയി 14-ാമൻ, എനിക്കുശേഷം പ്രളയം ലൂയി 15-ാമൻ പറഞ്ഞതാണ്. നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അത് 2ആയാണ് തരംതിരിക്കുന്നത്. അറബിക്കടൽ നദീവ്യൂഹവും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹവുമാണ്. ഉത്ഭവ രീതിയുടെയും സ്വഭാവപ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അത് 2ആയിട്ടാണ്. ഹിമാലയൻ നദീവ്യൂഹങ്ങളെന്നും ഉപദ്വീപീയ നദീവ്യൂഹങ്ങളെന്നുമാണ് അറിയപ്പെടുന്നത്. ഹിമാലയൻ നദീവ്യൂഹം, ഉപദ്വീപീയ നദീവ്യൂഹം. ഏത് ഇന്ത്യൻ നദിയാണ് ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? അത് സിന്ധു നദിയാണ്. ഏത് ഇന്ത്യൻ നദിയാണ് ഇൻഡസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? അത് സിന്ധു നദിയാണ്. ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം ഗംഗോത്രിയാണ്. ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനം ഗംഗോത്രി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്ന പ്രദേശമാണ് സാദിയ പട്ടണം, അരുണാചൽ പ്രദേശ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആധുനീകരണം എന്ന ആശയത്തിൻ്റെ ഭാഗമായത് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹ്യ മാറ്റങ്ങൾ ഇവയാണ്.
ചുവടെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ദോഷഫലങ്ങളിൽ ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ്? സർക്കാരിൻ്റെ കരുതൽ ധാന്യ ശേഖരണത്തിന് ഇടിവുണ്ടായി എന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ദോഷഫലങ്ങൾ ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ദോഷഫലങ്ങളിൽ ഉൾപ്പെടുന്നത് ചെറുകിട വൻകിട കർഷകർ തമ്മിലുള്ള അന്തരം, പിന്നെ കൂടുതൽ ലാഭം വൻകിട കർഷകർക്ക്, അത്യുൽപാദന ശേഷിയുള്ള വിളകളിലെ ഉയർന്ന കീട ആക്രമണ സാധ്യത, ഇവയൊക്കെയാണ്. ചുവടെ പറയുന്നവയിൽ സോഫ്റ്റ് ലോണിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ പലിശ നിരക്കിലെ ലോണുകളാണ്. സോഫ്റ്റ് ലോൺ എന്ന് പറയുന്നത് കുറഞ്ഞ പലിശ നിരക്കിലെ ലോണുകളാണ്. ഇടക്കാല ദരിദ്രർ എന്ന വിഭാഗത്തിൻ്റെ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? അത് കൂലിവേലക്കാർ, ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികളും ആണ്. ചുവടെ പറയുന്നവയിൽ മൂലധന വരവിന് ഉദാഹരണം എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിൽപ്പനയാണ്. മൂലധന വരവിൻ്റെ ഉദാഹരണമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിൽപ്പന. ചുവടെ പറയുന്നവയിൽ സ്ഥലം തിരഞ്ഞെടുക്കാത്ത വ്യവസായത്തിന് ഉദാഹരണം എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണം. ചുവടെ പറയുന്നവയിൽ ഒരു സ്പഷ്ട സബ്സിഡിക്ക് ഉദാഹരണം എന്ന് പറയുന്നതാണ് വിദൂര വിദ്യാഭ്യാസ മേഖലകളിലെ സബ്സിഡികൾ. നെക്സ്റ്റ് ചോദ്യം, വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപവൽക്കരിച്ചൊരു സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ചൊരു സ്ഥാപനം ആണ് സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. നെക്സ്റ്റ്, SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞത് തലശ്ശേരിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1939 ത്രിപുരി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. 1949 ആദ്യത്തെ വിദേശയാത്ര നടത്തി. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. കൊട്ടിപ്പാടി സേവ, രംഗസോപാനം എന്നിവയുമായി ബന്ധപ്പെട്ടത് സോപാന സംഗീതം. കൊട്ടിപ്പാടി സേവ, രംഗസോപാനം. മദ്രാസിൽ നിന്ന് മൈസൂർ മലബാർ കാനറ വഴിയുള്ളൊരു യാത്ര എന്ന കൃതി ആരുടേതാണ്? അത് ഫ്രാൻസിസ് ബുക്കാനർ. ഇവൻ മേഘരൂപൻ എന്ന ഏത് കവിയുടെ ജീവിതം ആസ്പദമാക്കിയ ചലച്ചിത്രമാണ്? അത് P. കുഞ്ഞിരാമൻ നായരുടേതാണ് ഇവൻ മേഘരൂപൻ. ബോധേശ്വരൻ രചിച്ച ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം 2014 ഒരു സാംസ്കാരിക ഗാനമായിട്ടാണ് അംഗീകരിച്ചത്. 2014 അതിനൊരു സാംസ്കാരിക ഗാനമായി അംഗീകരിച്ചു. കർണാടക സംഗീത പിതാമഹൻ എന്നറിയപ്പെടുന്ന ആരാണ്? പുരന്ദരദാസനാണ് കർണാടക സംഗീത പിതാമഹൻ. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിനായി അവസരമൊരുക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് മലയാളം മിഷൻ. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരമൊരുക്കാനായി കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് മലയാളം മിഷൻ. പോരുക പോരുക നാട്ടാരെ, പോർക്കളം എത്തുക നാട്ടാരെ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ 1945 സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചതാരാണ്? അത് SK പൊറ്റക്കാടിനെയാണ്. പോരുക പോരുക നാട്ടാരെ, പോർക്കളം എത്തുക നാട്ടാരെ, ഇത് നിരോധിച്ച ഗാനമാണ്. ഈ ഗാനം രചിച്ചത് SK പൊറ്റക്കാടാണ്. മലയാള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു NV കൃഷ്ണവാര്യർ. മലയാള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടറാണ് NV കൃഷ്ണവാര്യർ.